നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കസ്റ്റമർ അക്വസിയേഷൻ തന്നെയാണ്. ഞാൻ പറയുന്നത് കസ്റ്റമർ അക്വസിയേഷനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ടു റീപർച്ചേസിംഗിലാണ്. കസ്റ്റമർ റിപ്പീറ്റേഷൻ വരുന്നില്ല. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അത് വൺ ടൈം കസ്റ്റമർ ആണ് അല്ലെ. വൺ ടൈം കസ്റ്റമർ വന്നു, ഈ കസ്റ്റമറെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് റിപ്പീറ്റ് കസ്റ്റമർ ആക്കി മാറ്റാൻ കഴിയണം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആ കസ്റ്റമറെ ലോയൽറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പുകളും ആ കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഏറ്റവും ക്വാളിറ്റിയുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ നഷ്ടം. പലപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിനെ അവരെ എൻഹാൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. പക്ഷെ അതൊരു എക്സ്പെൻസ് അല്ല. അതിലും വലിയ എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നിങ്ങൾ വൺ ടൈം വന്നു, ആ കസ്റ്റമറെ നിങ്ങൾ റിപ്പീറ്റ് കസ്റ്റമർ ആക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ന്യൂ കസ്റ്റമറെ എല്ലാ സമയത്തും നിങ്ങൾക്ക് അക്കോസിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ന്യൂ കസ്റ്റമർ അക്കോസിയേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിരന്തരമായിട്ട് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്കോസിയേഷൻ വരും. ദാറ്റ്സ് എ കോക്ക. കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്കോസിയേഷൻ. പുതിയ കസ്റ്റമറെ നേടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പൈസ മാർക്കറ്റിലേക്ക് ഇടേണ്ടി വരും. അപ്പൊ എന്ത് സംഭവിക്കുക? നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് വലിയൊരു സംഖ്യ പോകും. എല്ലാ മാസവും നിങ്ങൾ സെയിൽസ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫോക്കസ് ടു റീപർച്ചേസ് വരണമെങ്കിലോ ഓരോ കസ്റ്റമേഴ്സിന്റെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് 10 മാറാൻ പറ്റണം. 10 ലെവലിലേക്ക് അവർ 10 9 ഔട്ട് ഓഫ് 10 10 9 അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ സർവീസ്, നിങ്ങൾ കൊടുക്കുന്ന അവിടുത്തെ പീപ്പിളിന്റെ പെർഫോമൻസ്, അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് നന്നാവണം. അത് നിങ്ങൾക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം, ഡയറക്ഷൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ മാസവും സെയിൽസിൽ സ്ട്രഗിൾ ചെയ്യും, എല്ലാ മാസവും ക്യാഷ് ഫ്ലോ സ്ട്രഗിൾ ചെയ്യും, എല്ലാ മാസവും ന്യൂ കസ്റ്റമർ അക്കോസിയേഷനിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഉള്ള കസ്റ്റമർ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് പ്രോസസ്സിന്റെയും ക്വാളിറ്റി ഓഫ് പീപ്പിളിന്റെയും ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സിന്റെയും ക്വാളിറ്റി ഓഫ് പ്രൈസിന്റെയും ഔട്ട്കം ആണ്. അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ്.